1,00,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോട് കൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും ഹോളോഗ്രാമും സീലുകളും ഉൾപ്പെടെയുള്ളവയുമായി തിരൂർ സ്വദേശിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്ന അന്തർ സംസ്ഥാന വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെ പിടികൂടി പൊന്നാനി പോലീസ്. പിടിയിലായത് മാർക്ക് ലിസ്റ്റുകൾ മുതൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകളും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും വരെ നിർമ്മിച്ചു നൽകുന്ന വൻ റാക്കറ്റ്. തിരൂർ മീനടത്തൂർ സ്വദേശിയായ സംഘത്തലവൻ നെല്ലിക്കതറയിൽ ധനീഷ് ഉൾപ്പെടെയുള്ള 8 പേർ അറസ്റ്റിലായി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റ് കണ്ടെത്തിയത്. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തുന്ന എടപ്പാൾ പോത്തനൂർ സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ ഇർഷാദ് എന്ന 39-കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് റാക്കറ്റിലേക്കുള്ള അന്വേഷണ വഴി തുറന്നത്. ഇർഷാദിന്റെ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും കഴിഞ്ഞ മാസം പോലീസ് പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു. ഇർഷാദ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് പുറത്തൂർ നമ്പ്യാരത്ത് വീട്ടിൽ രാഹുൽ, തിരൂർ പയ്യനങ്ങാടി ചാലുപറമ്പിൽ നിസാർ എന്നിവരെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. മാർക്ക് ലിസ്റ്റുകൾ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് സംഘത്തലവനിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് മണക്കോട് സ്വദേശി ജസീം ആണ് സർട്ടിഫിക്കറ്റുകൾ എത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതോടെ ഇർഷാദിനായി വലവിരിച്ചു. എന്നാൽ പോലീസ് അന്വേഷിക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഇർഷാദ് കോട്ടയം, തെങ്കാശി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും പിന്നീട് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നും ജസീമിനെ പിടികൂടിയതോടെ യഥാർത്ഥ സംഘത്തലവൻ ഡാനി എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞു. വാടക അക്കൗണ്ടുകളും വാടക സിം കാർഡുകളും ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഡാനി പിടിയിൽ ആകാതിരിക്കാനായി വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ആർക്കും യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകാതെയായിരുന്നു ഇയാളുടെ പ്രവർത്തനം. അതോടെ ഇയാളെ കണ്ടെത്തുക ദുഷ്കരമായി. തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. പോലീസ് പ്രസ്സിലെത്തുമ്പോൾ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ അച്ചടിക്കുകയായിരുന്നു. കൊറിയർ ചെയ്യാൻ തയ്യാറാക്കി സൂക്ഷിച്ചിരുന്ന കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ പൊന്നാനി പോലീസ് പിടിച്ചെടുത്തു. 1,00,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോട് കൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിൽ ഉള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രസ്സിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി നെല്ലിക്കതറയിൽ ധനീഷ് എന്ന 37-കാരനാണെന്ന് സൂചന ലഭിച്ചത്. ധനീഷ് 2013-ൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിയിലായിരുന്നതായും കണ്ടെത്തി. ഇയാൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു. തിരൂരിലെ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ 2 5 സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്ത് ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനവും ഉൾപ്പെടെ കോടികളുടെ ഇടപാടുകളും സ്വന്തമാക്കി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ
കുന്ദമംഗലം പോലീസിന്റെ സഹായത്തോടെ കുന്ദമംഗലത്ത് വെച്ച് പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. പ്രിന്റിംഗ് പ്രസ് തൊഴിലാളികളായിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജൈനുൽ ആബിദീൻ, അരവിന്ദ്, വെങ്കിടേഷ് എന്നിവരെ ശിവകാശിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജസീമിന്റെ കൂട്ടാളികളായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ രതീഷ്, ജസീമിന്റെ ഭാര്യ സഹോദരൻ ഷഫീഖ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. പൊന്നാനിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായും വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായും പ്രവർത്തിച്ചു വരികയാണ് പിടിയിലായ ഇർഷാദ്. തിരൂർ ഡിവൈഎസ്പി എ.ജി. ജോൺസൺ, പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ്. അഷ്റഫ്, എസ്ഐമാരായ സി.വി. ബിബിൻ, ആന്റോ ഫ്രാൻസിസ്, ജയപ്രകാശ്, എഎസ്ഐ രാജേഷ്, ജയപ്രകാശ്, എലിസബത്ത്, നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ, എം.വി. അഷ്റഫ്, നാസർ, എസ്. പ്രശാന്ത് കുമാർ, ശ്രീജിത്ത്, സനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ്, സൗമ്യ, മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് 1 മാസത്തിലധികം നീണ്ട അന്വേഷണത്തിലൂടെ റാക്കറ്റിന്റെ ചുരുളഴിച്ചത്. എഡിറ്റർ ലൈവ്, പൊന്നാനി. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.